ആയുർപാലനത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെയേറെ പ്രാധാന്യത്തോട് കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. അതായത് മെനോപോസിനെ കുറിച്ച് അല്ലെങ്കിൽ ആർത്തവ വിരാമത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ മെനോപോസ് എന്ന് പറയുന്നത് സ്ത്രീകളിൽ 45-നും 50 വയസ്സിനിടയിൽ സംഭവിക്കുന്ന ഒരു നോർമലായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഈ മെനോപോസ് എന്ന് പറയുന്നത്. ഇതൊരിക്കലും തന്നെ ഒരു രോഗാവസ്ഥയല്ല, വളരെ നാച്ചുറലായിട്ട് സ്ത്രീകളിൽ നടക്കുന്ന ഒന്നാണിത്. പക്ഷേ ഇത് പലപ്പോഴും സ്ത്രീകളുടെ ആരോഗ്യത്തെയും മാനസികമായിട്ടും ശാരീരികവുമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളിലേക്കും വഴിതെളിക്കുന്നു. മാത്രവുമല്ല, ഈ മെനോപോസ് കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളാണെങ്കിലും അവരുടെ കുഞ്ഞുങ്ങൾ ഇപ്പം വിവാഹപ്രായമൊക്കെ അനുസരിച്ച് ഒരു 25-30 വയസ്സിൻ്റെയൊക്കെ ഇടയിൽ വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന അമ്മമാരിലാണെങ്കിൽ ഏകദേശം ആ സമയത്തോടു കൂടി കുഞ്ഞുങ്ങളൊക്കെ കൗമാര കാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിലുള്ള ഒരു വ്യത്യാസവും കുഞ്ഞുങ്ങളിലും ആ പ്രായത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കാണിക്കും. അവർ കൂടുതൽ കുറച്ചൊക്കെ അമ്മമാരിൽ നിന്നൊക്കെ കുറച്ചൊന്ന് അകലും. അതൊക്കെയും അമ്മമാരെ ഈ ഒരു ബുദ്ധിമുട്ടിനോടൊപ്പം തന്നെ കുറച്ചും കൂടി മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് വലിച്ചിഴക്കാനായിട്ട് സാധ്യതയുണ്ട്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം എന്ന് പറയുന്നത് സ്ത്രീകളിൽ മെൻസസ് അല്ലെങ്കിൽ പീരിയഡ്സ് പൂർണ്ണമായിട്ടും നിലയ്ക്കുന്ന ഒരവസ്ഥയാണ്. അതിനുശേഷം പിന്നീട് ഗർഭധാരണം സംഭവിക്കുന്നില്ല. മെനോപോസ് സാധാരണയായിട്ട് 45 മുതൽ 55 വയസ്സുള്ള ആ ഒരു കാലയളവിലാണ് സംഭവിക്കുന്നത്, ആ ഒരു പ്രായത്തിലാണ് സംഭവിക്കുന്നതെങ്കിലും ചിലരിലെ ഏർലി മെനോപോസിനുള്ള സാധ്യതയുണ്ട്. ചിലരിൽ അത് ജെനറ്റിക്കലായിട്ട് വരുന്നതാണ്. ചിലരിൽ അത് പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ലാതെ തന്നെ മെനോപോസ് ഒരു 30-35 വയസ്സിന് ഇടയിലോ അല്ലെങ്കിൽ അതിന് മുൻപേ ഒക്കെ സംഭവിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിന് ചിലപ്പോൾ റീസൺസ് ഒന്നും തന്നെ കണ്ടെത്താൻ പോലും കഴിയുന്നുണ്ടാവില്ല. അതുപോലെ ചിലരിലാണെങ്കിൽ ഏതെങ്കിലും രോഗത്തിൻ്റെയൊക്കെ ഫലമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ യൂട്രസോ അല്ലെങ്കിൽ ഓവറിയോ ഒക്കെ റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരിൽ മെനോപോസ് ഉണ്ടാവും, ഏർലി മെനോപോസ് ഉണ്ടാവും. ചിലരിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ ഉള്ള ആളുകളിലും അതുപോലെ തന്നെ കീമോതെറാപ്പിയൊക്കെ എടുക്കേണ്ടി വന്നിട്ടുള്ള ആളുകളിലൊക്കെയും ഏർലി മെനോപോസിനുള്ള സാധ്യത ഏറെയാണ്. മെനോപോസിനെ നമുക്ക് 3 സ്റ്റേജസ് ആയിട്ട് തരംതിരിക്കാവുന്നതാണ്. അതിൽ അതെന്ന് പറഞ്ഞാൽ പെരിമെനോപോസൽ സ്റ്റേജ്, അതുപോലെ തന്നെ മെനോപോസ്, പിന്നെ പോസ്റ്റ് മെനോപോസ് സ്റ്റേജ്. അതിൽ പെരിമെനോപോസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആർത്തവവിരാമം പൂർണ്ണമായിട്ടും ആർത്തവവിരാമം ഉണ്ടാകുന്നതിൻ്റെ മുൻപേ ഉള്ള ഒരു കാലഘട്ടം. അത് ഏകദേശം ഒരു വർഷക്കാലത്തോളം സ്ത്രീകളിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയും ഇറഗുലർ മെൻസ്ട്രേഷനൊക്കെ ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് അത് താരതമ്യേന വീണ്ടും കുറയുകയും അതിൻ്റെ കാലയളവ് കൂടുകയും പിന്നീട് പൂർണ്ണമായിട്ടും മെൻസസ് നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ആ ഒരു മെൻസസ് പൂർണ്ണമായിട്ടും നിലയ്ക്കുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള ആ ഒരു കാലഘട്ടമാണ് പെരിമെനോപോസൽ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് മെനോപോസ്, അതായത് ആർത്തവവിരാമം സംഭവിക്കുന്ന ആ ഒരു സമയം. അത് കഴിഞ്ഞ് പോസ്റ്റ് മെനോപോസൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനോപോസിന് ശേഷം ഉണ്ടാകുന്ന സ്ത്രീകളുടെ ഒരു കാലഘട്ടം, അതിനെയാണ് പോസ്റ്റ് മെനോപോസൽ സ്റ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ആ സമയത്ത് സ്ത്രീകൾ ഉണ്ടാകുന്ന എന്തൊക്കെ തരം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും സ്ത്രീകളെ 2 രീതിയിലായിട്ട് ബാധിക്കുന്നു. അതുപോലെ അവരുടെ പല മേഖലകളിലും, അതായത് സോഷ്യൽ ബിഹേവിയറിൽ വ്യത്യാസം ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ഫാമിലിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, റിലേഷൻഷിപ്പിൽ ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, മക്കളോടൊക്കെ കൂടുതൽ ദേഷ്യപ്പെടുന്ന ഒരവസ്ഥ വരുന്നു, അതുപോലെ തന്നെ വർക്കിലൊക്കെ പൂർണ്ണമായിട്ടും കോൺസെൻട്രേഷൻ നൽകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുക. ഇതൊക്കെ ഇങ്ങനെ പല തലങ്ങളിലായിട്ട് ഇവരുടെ വ്യക്തി ജീവിതത്തെ ഇത് വളരെയധികം ബാധിച്ചേക്കാം. അതുപോലെ തന്നെ അവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ശാരീരികമായിട്ട് തന്നെ പ്രധാനമായിട്ടും നൈറ്റ് സ്വെറ്റ് ഉണ്ടാവുക, അവർക്ക് കൃത്യമായിട്ട് ഉറക്കം ഉണ്ടാവാതിരിക്കുക, ഹോട്ട് ഫ്ലഷസും ഇതൊക്കെ കാരണം, അല്ലെങ്കിൽ വല്ലാതെ വിയർക്കുക, വല്ലാതെ മുഖത്തേക്കൊക്കെ ഭയങ്കരമായിട്ട് ചൂട് തോന്നുന്ന ഒരവസ്ഥ, ഇതൊക്കെ വന്ന് അവർക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവുക. അതുവഴി ഉറക്കം ശരിയാവാതിരിക്കുന്നവരുടെ പിറ്റേ ദിവസം തൊട്ടുള്ള അവരുടെ ആ ഡേ ലൈഫിൽ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നും ശരിയായിട്ടുള്ള അവരുടെ ഒരു ഇത് പൂർണ്ണത നൽകാൻ പറ്റാത്ത ഒരവസ്ഥ. അതുപോലെ അവരുടെ ശാരീരികമായിട്ടെന്ന് പറയുമ്പം ബോൺസിനൊക്കെ ബലക്കുറവുണ്ടാകുന്നു, ഫ്രാക്ചറിനൊക്കെ ഉള്ള സാധ്യത കൂടുന്നു. അതുപോലെ സ്കിന്നിനൊക്കെ ഒരു ഗ്ലേസിംഗ് ഒക്കെ കുറയുകയും അതുപോലെ തന്നെ അതിന് ചുളിവുകളൊക്കെ വരുന്ന മൂലം അവർക്ക് സെൽഫ് കോൺഫിഡൻസ് വല്ലാതെ കുറയുക. ഇങ്ങനെ തുടങ്ങി ഒത്തിരി പ്രശ്നങ്ങൾ ആ സമയത്ത് സ്ത്രീകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. ഇനി മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ അവർക്ക് ആങ്സൈറ്റി കൂടുതലായിരിക്കും, സ്ട്രെസ്സ് കൂടുതലായിരിക്കും,
പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക, അവർക്കൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഒരു ഓർമ്മക്കുറവൊക്കെ അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കും ആ സ്ത്രീ ആ സമയത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഈ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെനോപോസ് സംഭവിക്കുന്നതിലൂടെ സ്ത്രീകളിൽ സാധാരണയായിട്ട് ഓവറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണ് അതിൻ്റെ ഉൽപ്പാദനം നിലയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി എന്താണ് സ്ത്രീകൾക്ക് ഇതെല്ലാം ഈ സിംറ്റംസിനെല്ലാം കാരണമെന്ന് പറയുന്നത് തന്നെ ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ശരീരത്തിലൊക്കെ ചുളിവുകളും അതുപോലെ തന്നെ അവർക്ക് ഇങ്ങനെ ബോണിനും അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ ഇത് ബാധിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഈസ്ട്രജൻ്റെ അളവ് ശരീരത്തിൽ കുറയുന്നത് മൂലമാണ്. ഈ ഒരു കാലഘട്ടത്തെ അവർക്ക് അതിജീവിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഫാമിലിയുടെയും മക്കളുടെയും ഒക്കെ വലിയൊരു സപ്പോർട്ട് തന്നെ നൽകേണ്ടതായിട്ടുണ്ട്. കൂടുതലും കുഞ്ഞുങ്ങളാണെങ്കിലും കൗമാരപ്രായത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. പ്രത്യേകിച്ചും അമ്മമാരൊരു 20-30 വയസ്സിനിടയിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തവരാണെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു കൗമാരത്തിലേക്ക് കടക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും. ആ ഒരു സമയത്ത് തന്നെയാണ് ഈ അമ്മമാർ ഈ ഒരു സ്റ്റേജിലേക്കും കടന്നു ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ആ ഒരു രണ്ട് തലങ്ങളെയും ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ രണ്ട് ഭാഗത്തുള്ള ആൾക്കാർക്കും, അതായത് കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും ഒരുപോലെ തന്നെ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർ പരസ്പരം മനസ്സിലാക്കി അവർക്ക് പരസ്പരം കരുതലും സ്നേഹവും ഒക്കെ നൽകുന്നത് വഴി ഈ ഒരു പ്രശ്നത്തെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് അത്തരം സ്ത്രീകൾക്ക് ഒരു സമയത്ത് മാനേജ് ചെയ്ത് പോകാവുന്നതാണ്. അതുപോലെ തന്നെ അവർക്കും കുറച്ച് സമയം അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് കണ്ടെത്തേണ്ട ഒരു സമയമാണ്. തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടും അവർക്കൊരു പ്രയോറിറ്റി നൽകാൻ, ലൈഫിൽ അവർക്കൊരു പ്രയോറിറ്റി നൽകാനായിട്ട് ഏറ്റവും കൂടുതൽ ആ സമയത്ത് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും എക്സസൈസ് ഒക്കെ ചെയ്യാനും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും, പാട്ട് പാടാനോ അവർക്ക് ഇഷ്ടമുള്ള മേഖലകളൊക്കെ തിരഞ്ഞെടുക്കാൻ, ഡാൻസ് ചെയ്യാനോ പെയിൻറ്റിങ് ചെയ്യാനോ അല്ലെങ്കിൽ യാത്രകൾ പോകാനോ ഷോപ്പിങ്ങോ അങ്ങനെ ഏതൊക്കെ തരത്തിലാണോ അവർക്ക് ഏതൊക്കെ തലങ്ങളിലാണോ ഇഷ്ടമുള്ളത് അത് കണ്ടെത്തി അവരുടെ ടൈം കുറച്ച് സമയമെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്നതും അവരെ അനുവദിക്കുന്നതും അതിനവരെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അത് ഒത്തിരി അവർക്ക് സ്ട്രെസ്സൊക്കെ കുറയ്ക്കുന്നതിനും കുറച്ചുകൂടെ അവർക്ക് മനസ്സിനൊക്കെ സന്തോഷം പകരുന്നതിനും കുറച്ചുകൂടെ യുവത്വം കൊടുക്കുന്നതിനും ഒക്കെ അത് വളരെ സഹായകമാണ്. അതുപോലെ തന്നെ ആ സമയത്ത് യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക. പ്രത്യേകിച്ചും ആ ഒരു സ്റ്റേജിൽ കൂടുതലും വെയിറ്റ് ഗെയിൻ ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ഹോർമോണിലൊക്കെ വ്യതിയാനങ്ങൾ വരുന്ന മൂലം സ്ത്രീകളിൽ ആ സമയത്ത് വെയിറ്റ് ഗെയിനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ആ സമയങ്ങളിൽ അവർ പ്രധാനമായിട്ടും അവരുടെ ഡയറ്റിലൊക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ് കുറച്ചുകൊണ്ടും ഫാറ്റ് കണ്ടന്റ് ഒക്കെ കുറവുള്ള ഭക്ഷണം കഴിക്കുക, മധുരമൊക്കെ കുറച്ച് അളവിലായിട്ട് കഴിക്കുക, ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക, പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ശരീരം എപ്പോഴും കൂടുതലും ഹൈഡ്രേറ്റഡ് ആയിട്ട് വയ്ക്കുക. അങ്ങനെ സ്കിന്നിനൊക്കെ ഒരു തിളക്കം വീണ്ടെടുക്കുന്നതിനൊക്കെ ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഓയിൽ മസാജ് ഒക്കെ ചെയ്ത് കുളിക്കുന്നതിന് മുമ്പ് ചെറിയ മസാജ് ഒക്കെ ചെയ്ത് കുളിക്കുന്നതൊക്കെ സ്കിന്നിൻ്റെ ഒരു ആരോഗ്യം നിലനിർത്തുന്നതിനൊക്കെ അവരെ ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ ആ സമയത്ത് മുടി കൊഴിച്ചിലിനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം അവർക്ക് ഹെയറിനൊക്കെ കൂടുതൽ കെയർ നൽകുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ അവരിൽ കാൽസ്യത്തിനും വൈറ്റമിൻ ഡിയിലൊക്കെ ലെവലിലൊക്കെ കുറവ് വരാനായിട്ടുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇളം വെയിലൊക്കെ ശരീരത്തിൽ രാവിലെയും അല്ലെങ്കിൽ വൈകുന്നേരത്തെയൊക്കെ ഇളം വെയിലൊക്കെ ശരീരത്തിൽ കൊള്ളിക്കുന്നതൊക്കെ അവരുടെ ബോണിൻ്റെയും അതുപോലെ തന്നെ മസിലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് ഒത്തിരി സഹായകമായിരിക്കും. ഈ ഏജിൽ സാധാരണയായിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വജൈനൽ ഡ്രൈനസ് എന്ന് പറയുന്നത്. അത് വജൈനൽ ഡ്രൈനസ് എന്ന് ഉണ്ടാവുന്നത് മൂലം പ്രത്യേകിച്ച് സ്ത്രീകളിൽ സെക്സ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു ലൂബ്രിക്കേഷൻ ഇല്ലാതാവുകയും അതുമൂലം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇൻ്റർകോഴ്സ് ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ സ്ത്രീകളിൽ അതിലുള്ള താല്പര്യക്കുറവ് ഉണ്ടാവുന്നതിനൊക്കെ ഇടവരുത്തുന്നുണ്ട്. ഇതിന് സാധാരണയായിട്ട് ലൂബ്രിക്കൻസോ വജൈനൽ ലൂബ്രിക്കൻസോ അതുപോലെ വജൈനൽ മോയ്സ്ചറൈസറൊക്കെ ലഭ്യമാണ്. അത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഫോർ പ്ലേ ചെയ്യുന്നതൊക്കെ ഇതിന് ഒരുപാട് സഹായകമാണ്. അതുപോലെ തന്നെ ധാരാളം വജൈനയ്ക്ക് കിട്ടുന്ന പോലത്തെ എക്സസൈസുകൾ കൂടുതലായിട്ട് ചെയ്യും. വജൈന സ്ട്രോങ് ആകുന്നതിനുള്ള എക്സസൈസുകൾ ചെയ്യുന്നത്, യോഗ ചെയ്യുന്നതൊക്കെ വളരെ ഉത്തമമാണ്. നാച്ചുറലായിട്ട് ഈസ്ട്രജൻ അടങ്ങിയിരിക്കുന്ന ചില ഭക്ഷണമാണ് സോയാബീന്.
അതുപോലെ തന്നെ ബീൻസ്, അതുപോലെ ഫ്ലാക്സ് സീഡ്സ് തുടങ്ങിയ ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ പാലും തൈരും ഒക്കെ കൂടുതലായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ഇതിന് വളരെ ഉത്തമമാണ്. ഈ മെനോപോസൽ ഏജിലും അല്ലെങ്കിൽ പോസ്റ്റ് മെനോപോസൽ ആ ടൈമിൽ കൂടുതലായിട്ടും ഫ്രാക്ചറിനും അതുപോലെ തന്നെ കാർഡിയാക് അറസ്റ്റിനൊക്കെ കൂടുതൽ ഹൈ റിസ്ക് ഉള്ള ആളുകളിലൊക്കെ സാധാരണയായിട്ട് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി ചെയ്യാറുണ്ട്. അത് പ്രധാനമായിട്ടും ഹോർമോണായിട്ടുള്ള പ്രൊജസ്ട്രോണും ഈസ്ട്രജൻ കമ്പൈൻഡ് ആയിട്ടുള്ള മെഡിസിൻ അവർക്ക് നൽകുകയായിരിക്കും ചെയ്യുന്നത്. ഇത് ഈ HRT അല്ലെങ്കിൽ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറയുന്നത് എല്ലാവരിലും നൽകേണ്ട ഒരു കാര്യമില്ല. അത്രയും റിസ്ക് ഉള്ള ആളുകളിലായിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും മാനസികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട ഒരു സമയമാണ് ഇതെങ്കിൽ പോലും സുഹൃത്തുക്കളുടെയും അതുപോലെ തന്നെ ഫാമിലിയിലുള്ളവരുടെയും മക്കളുടെയും ഹസ്ബൻഡിൻ്റെയും അതുപോലെ തന്നെ ജോലി സ്ഥലത്തുള്ള ആളുകളുടെയും ഒക്കെ വളരെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് ഇതിനെ അതിജീവിക്കാനായിട്ട് വളരെ എളുപ്പം തന്നെയാണ്. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ അവർക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി സന്തോഷിക്കാനായിട്ടുള്ള സമയം അവർ കണ്ടെത്തി അവരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യാനായിട്ടും അതുവഴി കുറച്ചൊക്കെ വ്യായാമമൊക്കെ ചെയ്യുകയൊക്കെ വഴി അവർക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള വലിയൊരു പിരിമുറുക്കത്തിൽ നിന്നൊക്കെ മാറ്റാനും ആ ഒരു മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ കൊണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യം എക്സസൈസ് ഒക്കെ ചെയ്തതിലൂടെ വെയിറ്റ് ഗെയിൻ ഒക്കെ തടഞ്ഞ് ശരീരത്തിൻ്റെ കൂടുതലായിട്ടും ഭക്ഷണവും എക്സസൈസും ഒക്കെ ചെയ്ത് അവരുടെ സ്കിന്നിൻ്റെ ഒക്കെ ഗ്ലോ ഒക്കെ വീണ്ടും വരുത്തി കോൺഫിഡൻസ് ഒക്കെ കൂട്ടി അവർക്ക് മുന്നേറുവാനായിട്ട് വളരെ നന്നായിട്ട് തന്നെ സാധിക്കും. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെയേറെ കരുതൽ കിട്ടേണ്ട ഒരു സമയമാണെന്ന് തന്നെ പറയാം. ആ ഒരു കരുതൽ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ത്രീകൾക്ക് അതിനെ അതിജീവിക്കാനായിട്ട് ഒത്തിരി പെട്ടെന്ന് തന്നെ സാധിക്കും. പക്ഷെ അത് കിട്ടാതെ പോയി കഴിഞ്ഞാൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടുകളോട് കടന്നു ഡിപ്രഷൻ ഉണ്ടാവുന്നതിനും ഈ ഒരു കാലഘട്ടത്തിൽ പലരും ആത്മഹത്യയിലേക്ക് പോലും നീങ്ങുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ കരുതലോടുകൂടി ഈ ഒരു കാലഘട്ടം കടന്നു പോകുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. ഈ മെനോപോസ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു രോഗമല്ല, നമ്മൾ ജീവിതത്തിൽ നേരിടേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്, ഒരു സമയം തന്നെയാണ്. അത് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു കാലഘട്ടമാവാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനുമായിട്ട് മറക്കരുതേ. നന്ദി, നമസ്കാരം.